ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു വീഡിയോ കണ്ടു. എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് പേരെങ്കിലും. ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ 2 കേൾവിശക്തി നഷ്ടപ്പെട്ടു ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്നൊരു വാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, കുറച്ച് പ്രായമില്ലാത്തവർ മാത്രം മറ്റേ ഹെഡ്ഫോൺ യൂസ് ചെയ്യാത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട്. അമിതമായി ഇയർഫോൺ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ പെട്ടെന്നൊരു ദിവസം കേൾവിയില്ലാതെയാകും. 550-ൽ പരം ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് പിന്നണി പാടിയ അൽക്ക യാഗ്നിക് എന്ന ഇതിഹാസ ഗായികയുടെ കേൾവി നഷ്ടപ്പെട്ടുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ചലച്ചിത്ര ലോകം കേട്ടത്. ഹെഡ്സെറ്റിന്റെ അമിത ഉപയോഗവും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നതും ഹെഡ്സെറ്റിന്റെ അമിത ഉപയോഗവും ഇത്തരത്തിൽ ശ്രദ്ധിക്കണമെന്ന് അൽക്ക തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ ആരാധകർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ബധിരരാകുമെന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും അപകടകരമായ ലക്ഷണം. സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നെസ് എന്ന രോഗം ഇത് പൊതുവെ ഏതെങ്കിലും ഒരു ചെവിയെയാണ് ബാധിക്കുക. വളരെ അപൂർവമായി മാത്രം 2 ചെവിയെ ബാധിക്കും. പക്ഷേ ഈ രോഗം അൽക്കയുടെ 2 ചെവിയെ ബാധിച്ചതായാണ് അറിയുന്നത്. പതിവായി ശബ്ദമലിനീകരണത്തിന് ഇരയാകുന്നവരുടെ ചെവിയുടെ ആന്തരിക ഭാഗങ്ങളുടെ ശേഷി ക്രമേണ കുറഞ്ഞു വരും. ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അണുബാധയും കോക്ലിയ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരും. ഇത് കേൾവി നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. 85 ഡെസിബിലിന് മുകളിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതും ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഇയർഫോൺ പതിവായി ഉപയോഗിക്കുന്ന കാര്യവും വളരെയധികം ശ്രദ്ധിക്കണം. 10 മിനിറ്റ് ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചാൽ 5 മിനിറ്റ് എങ്കിലും അത് മാറ്റിവെക്കണം. അങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പം എത്ര യൂസ് ചെയ്യുന്നോ അത് ഒരു പടിയെങ്കിലും കുറച്ചെങ്കിലും കമ്മിയാക്കാൻ ശ്രമിക്കുക. ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. കുറച്ചെങ്കിലും ഇരുന്നോട്ടെ എന്ന് കേൾവിശക്തി. ഓക്കെ ഓക്കെ നിങ്ങൾ കാണാത്ത കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് എങ്ങനെയുള്ള ന്യൂസ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന്. അതല്ലേ മുന്നേ தெரியாத ஒரு பையனுக்காக கண்ணீர் விடுற அந்த மனசு இருக்கு. അതാണ് കടവുൾ. ശരി, ഓക്കെ. വീണ്ടും ഇതുപോലെ അടുത്ത ഏതെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഉപകാരപ്രദമാണോ എന്തെങ്കിലും വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ടാറ്റ.